നമസ്കാരം. MCU ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സോഷ്യോ മെഡിക്കൽ കെയർ ഫോറം മാള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ കാർ തീവച്ച് നശിപ്പിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ മോഹനം 2016 ചലച്ചിത്രോത്സവത്തിനോടനുബന്ധിച്ച് EK ദിവാകരൻ പോറ്റി സ്മാരക പ്രഭാഷണവും സംവാദവും നടന്നു. വാർത്തകൾ വിശദമായി. സോഷ്യോ മെഡിക്കൽ കെയർ ഫോറം മാള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും സഹകരണത്തോടെ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വലിയ പറമ്പിൽ നടത്തിയ ക്യാമ്പിൽ വിവിധ ചികിത്സാ വിഭാഗങ്ങളിലായി സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും നടത്തി. VR സുനിൽകുമാർ MLA മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. KP പ്രസന്നൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ബാബു, TM രഘുനാഥ്, ബിജു ഉർമീസ്, വർഗീസ് വടക്കൻ, PK രത്നാകരൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ കാർ തീവച്ച് നശിപ്പിച്ചു. CPM ഉല്ലാസ് വളവ് ബ്രാഞ്ച് സെക്രട്ടറി രാമൻകുളത്ത് ഷൺമുഖൻ്റെ വീട്ടിലെ കാറാണ് ഭാഗികമായി കത്തി നശിച്ചത്. ഷൺമുഖൻ്റെ മകൻ ഷിൻജോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കാർ. പുലർച്ചെ 2:30 സംഭവം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മേൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. മണ്ണെണ്ണ നിറച്ച ക്യാനുകൾ സംഭവ സ്ഥലത്തു നിന്നും കണ്ടെടുത്തു. തീ പടർന്ന ഉടനെ വീട്ടുകാർ ഉണർന്നതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ മോഹനം 2016 ചലച്ചിത്രോത്സവത്തിനോടനുബന്ധിച്ച് EK ദിവാകരൻ പോറ്റി സ്മാരക പ്രഭാഷണവും സംവാദവും നടന്നു. ദളിത് രാഷ്ട്രീയം കേരളത്തിൽ എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ ഭൂ അധികാര സംരക്ഷണ സമിതി ചെയർമാൻ സണ്ണി M കബിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. KPMS സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ TV ബാബു, ഖാദർ പട്ടേപ്പാടം എന്നിവർ പങ്കെടുത്തു. മേലടൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ കർമ്മങ്ങൾക്ക് ഫാദർ ആൻഡോ ചിറമ്മൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, ഊട്ടുവെഞ്ചിരിപ്പ് എന്നിവ നടന്നു. കൈകൊണ്ടവരാമകിലരിലും ദൈവം വരനിരശുരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പെരിഞ്ഞനം SSDP സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന സ്കന്ദമഹായാഗം സമാപിച്ചു. ഇതോടനുബന്ധിച്ച് രാവിലെ ശ്രീ മഹാഗണപതി ഹവനം, സഹസ്രനാമജപം, ഗ്രന്ഥാർച്ചന, പുരാണ തത്വപ്രവചനം, പാരായണ സമർപ്പണം, അവബൃത സ്നാന ഘോഷയാത്ര, അഗ്നിപ്രകൃതി ലയനം, പൂർണ്ണ കലശാഭിഷേകം, ദേവചൈതന്യ ലയനം എന്നിവ നടന്നു. താളത്തിന്റെ പുറയില് ഇന്ത്യൻ ഭരണഘടനയിലെ വിസമ്മതിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുകയും വിസമ്മതിക്കുന്നവരെ നിശബ്ദരാക്കുകയും ചെയ്യുന്നതിലൂടെ മോദി സർക്കാർ ഭരണഘടനയെ തന്നെ ലംഘിക്കുകയാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ PA പൗരൻ അഭിപ്രായപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച ഭീകരവേട്ടയുടെ രാഷ്ട്രീയം എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ ഏറ്റുമുട്ടൽ കൊലപാതകത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് PA പൗരൻ ആവശ്യപ്പെട്ടു. സമദ് കുന്നക്കാവ് വിഷയാവതരണം നടത്തി. MA ആദം, രാജ്മൽ ബാബു, സൈഫുദ്ദീൻ അൽ ഖാസ്മി, നൌഷാദ് കാദിയാട്, ഫസൽ കാദിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മോഡേൺ ഓട്ടോലാൻഡ് വെൽഫെയർ ട്രസ്റ്റിൻ്റെയും മോഡേൺ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഡയാലിസ് കിറ്റ് വിതരണവും നടത്തി. മോഡേൺ ഹോസ്പിറ്റൽ ചെയർമാൻ KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റൽ MD AK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ജോജി K നയനാൻ മുഖ്യപ്രഭാഷണം നടത്തി. റവറൻഡ് ഡോക്ടർ ജോൺസൺ പങ്കേത്ത് ഡയാലിസ് കിറ്റ് വിതരണവും കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബിജുകുമാർ ധനസഹായ വിതരണവും നടത്തി. മാത്യൂസ് തെക്കിനിയത്ത്, PK ഉണ്ണികൃഷ്ണൻ, ചന്ദ്രിക മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം വായനശാലയിലേക്ക് ജില്ലാ ലൈബ്രറി കൗൺസിൽ അനുവദിച്ച വൈഫൈ സംവിധാനമുള്ള ഇൻ്റർനെറ്റിൻ്റെ ഉദ്ഘാടനം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് TN അജയ്കുമാർ അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ ഹേന രമേശ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KN ഹരി, MM പ്രതാപൻ, ഷാജി കൊല്ലാറ എന്നിവർ സംസാരിച്ചു. നമുക്ക് നല്ലൊരു ലൈബ്രറിയൻ സേവനം ഇവിടെ പരിശീലനം നേടിയിട്ടുള്ള ഒരു ലൈബ്രറിയൻ ശ്രീമതി ജമ്മു നമ്മുടെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ പരീക്ഷ സംബന്ധിയായിട്ടും ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും യാതൊരു വിധത്തിൽ അതിനൊരു ഫീസ് ഏർപ്പെടുത്താണ്. ഇനി കാലക്രമത്തിൽ ചിലപ്പോൾ നമുക്ക് പേപ്പർ വാങ്ങാനോ നാമമാത്രമായിട്ടൊക്കെ ചില ചെലവുകൾ വേണ്ടി വരും. അത് പ്രിന്ററിന്റെ സഹായത്താലും എല്ലാവിധത്തിലുള്ള ആപ്ലിക്കേഷൻ ഫോംസും പിന്നെ നമുക്ക് ബാങ്കിങ് ഓരോ മേഖലയിൽ എന്നറിയാലോ. ഇപ്പൊ നോട്ട് നമുക്കൊക്കെ അസാധുവായിരിക്കണം. അപ്പൊ ഒരുപാട് ആളുകൾക്ക് നോട്ട് ഇല്ലെങ്കിലും ജീവിക്കാവുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ഇടയിലുണ്ട്. നമ്മളുടെ ഇടയിൽ വളരെ കുറവാണ്. നമുക്ക് കേസിൽ നോട്ട് ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതായത് അവർക്ക് ഇലക്ട്രിസിറ്റി ബില്ലടിക്കാം, ഫോണിന്റെ ബില്ലടിക്കാം, കടയിൽ പൈസ കൊടുക്കാം, ഒക്കെ അവരുടെ അക്കൗണ്ടിൽ പണം ഉണ്ടായാൽ മതി. അതൊക്കെ നമുക്ക് ഇനി ആ രീതിയിൽ അവർക്ക് വേണമെങ്കിൽ സൗകര്യമായി ഇരുന്ന് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം. പെരിഞ്ഞനം ലയൺസ് ക്ലബിൻ്റെയും SNDP യോഗം കഴുവിലങ്ങ് ശാഖയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കഴുവിലങ്ങ് LP സ്കൂളിൽ നടന്ന ക്യാമ്പ് SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ സെക്രട്ടറി PK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് VK ഷൺമുഖൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, CG ടീച്ചർ, ഡോക്ടർ PM ഷമീർ, ഡോക്ടർ സുരേഷ് കുമാർ, ഡോക്ടർ ഗീത വിദ്യാനന്ദൻ എന്നിവർ സംസാരിച്ചു. സുരേന്ദ്രൻ ഇംഗ്ലീഷ് മരുന്നാണ് ഷുഗറും കഴിച്ചിരുന്നത്. ഇപ്പം നമ്മുടെ ഗീത ഡോക്ടർ നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സൗജന്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്തിന്റെ കീഴിലുള്ള ഹോമിയോ ക്ലിനിക്കാണ് നമ്മുടെ തൊട്ടുമുറ്റത്തുള്ളത്. അവിടെ 100-ൽ താഴെ ആളുകൾ എല്ലാ ദിവസവും വന്ന് ഡോക്ടറിൽ നിന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടു പോകാറുണ്ട്. അപ്പൊ നല്ല രീതിയിൽ മാറി എന്നാണ് എന്നോട് സുരേന്ദ്രൻ പറഞ്ഞത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതിൽ ഏറ്റവും നല്ലതായിരിക്കും ഇത്തരത്തിലുള്ള ദിവസവും കഴിക്കുന്ന ഈ മരുന്ന് ഹോമിയോ ഒക്കെ നമ്മൾ തുടർന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇപ്പൊ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ നമുക്കറിയാം പല എഫക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്.
മാത്രമല്ല ഇപ്പോൾ ഈ ഷുഗർ ഉള്ളവർക്ക് തന്നെ അവസാനം അവരുടെ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ കിഡ്നിയെ ബാധിക്കുന്ന അല്ലെ, കിഡ്നിക്ക് രോഗം. ആദ്യം ഷുഗർ ഉണ്ടായിരുന്നവർക്ക് അവസാനം വരുമ്പോൾ കിഡ്നി കംപ്ലൈൻ്റ് ആവണം. അത് സാർ ഇവിടെ ഒന്നും വിശദീകരിച്ചില്ല, അതങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇനി മണ്ഡലകാല വിശേഷങ്ങൾ. സ്വാമിയേ സ്വാമിയേ സ്വാമിയേ. പാറപ്പുറം ഹനുമാൻ കോവിൽ ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ആഘോഷത്തിൻ്റെ ഭാഗമായി ദീപാരാധന, വെടിക്കെട്ട്, പ്രസാദൂട്ട്, ശാസ്താംപാട്ട് എന്നിവ നടന്നു. കൊടവത്തുകുന്ന് 12ാമത് ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, ദീപാരാധന, അന്നദാനം, ചിന്തുപാട്ട്, ശാസ്താംപാട്ട്, ശിങ്കാരിമേളം എന്നിവ നടന്നു.
മാള പ്ലാവൻമുറി കളപ്പുരയ്ക്കൽ വറീദ് ഭാര്യ കുഞ്ഞമ്മ നിര്യാതയായി. 82 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സോഷ്യോ മെഡിക്കൽ കെയർ ഫോറം മാള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ കാർ തീവച്ച് നശിപ്പിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ മോഹനം 2016 ചലച്ചിത്രോത്സവത്തിനോടനുബന്ധിച്ച് EK ദിവാകരൻ പോറ്റി സ്മാരക പ്രഭാഷണവും സംവാദവും നടന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.